ഒരു കാട്ടിലെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു കുഞ്ഞു പൂച്ച. ഒരിക്കൽ ഭയങ്കരമായ ഒരു വെള്ളപ്പൊക്കം ആ കാട്ടിൽ ഉണ്ടാകുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ പൂച്ച ആ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വരുന്ന ഒരു ബോട്ടിൽ കയറിപ്പറ്റുന്നു. എങ്ങോട്ടെന്നില്ലാതെ പോകുന്ന ആ യാത്രക്കിടയിൽ മറ്റു പല മൃഗങ്ങളും ജീവൻ നിലനിർത്താൻ ആ ബോട്ടിൽ കയറിക്കൂടുന്നു. ചിലർ തമ്മിൽ ആദ്യം ശത്രുക്കളായിരിക്കും, പക്ഷേ ആ വെള്ളപ്പൊക്കത്തിൽ അവർ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുന്നു. പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു ബന്ധവുമില്ലാത്ത കുറെ ജീവികൾ ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സർവൈവൽ സ്റ്റോറി. അതാണ് ഇത്തവണത്തെ ഗോൾഡൻ ഗ്ലോബ്സിൽ ഏറ്റവും ബെസ്റ്റ് ആനിമേറ്റഡ് സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയ ഫ്ലോ എന്ന സിനിമയിൽ പറയുന്നു. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ജിൻ സിൽബറോഡിസ് ഡയറക്ട് ചെയ്ത ഫ്ലോ ആണ്. റിയലിസവും മാജിക്കൽ റിയലിസവും ചേർന്ന ഒരു കഥയും ഒരു നെറേറ്റീവ് സ്റ്റൈലുമാണ് ഈ സിനിമയിൽ. നമ്മളെ വണ്ടടിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇതിൽ മനഃപൂർവ്വം ഉത്തരം തരാതിരിക്കുന്നുണ്ട്. ആ പൂച്ചയുടെ ഓണർ ആരാണ്, അല്ലെങ്കിൽ അതിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് അയാൾ പോയതെന്തിന്? കഥയുടെ പല പോയിന്റ്സിലും ആ കുഞ്ഞു പൂച്ച കാണുന്ന സ്വപ്നങ്ങൾ, അവരുടെ യാത്രയിൽ അവരെ സഹായിക്കുന്ന ആ ബ്ലൂ വെയിൽ, അവരുടെ ബോട്ട് ഒഴുകിയെത്തുന്ന ആ വലിയ സിറ്റി ഏതാണ്, അവിടെയുള്ള മനുഷ്യർ എവിടെ പോയി? ഇതൊരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സിനിമയാണോ, അതോ 100-200 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കഥയാണോ? അങ്ങനെയൊക്കെ ഇതിൻ്റെ ഒന്നും ആൻസർ തരാതിരിക്കുന്നതാണ് ഈ കഥയുടെ ഒരു ഭംഗി കൂട്ടുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. റിയലിസ്റ്റിക് അപ്രോച്ചുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിലെ മൃഗങ്ങൾ സംസാരിക്കുന്നില്ല, സൗണ്ട്സിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവർ തമ്മിലുള്ളൊരു കണക്ഷൻ നമുക്ക് കാണിച്ചു തരുന്നതും. ഇനി ഈ സിനിമയുടെ നെഗറ്റീവ്സിലേക്ക് വന്നാൽ, ഡയലോഗ്സ് ഇല്ലാത്ത സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മുടെ അറ്റൻഷൻ നന്നായിട്ട് വേണ്ട ഒരു സിനിമയാണത്. പിന്നെ ഈ മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും യങ്ങർ ഓഡിയൻസിന് സിനിമ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. കാരണം ഈ സിനിമയുടെ ഒരു 70% ബോട്ടിലാണ്. ആ യാത്ര ചിലപ്പോൾ അവർക്ക് ബോറടിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. പല സീൻസും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പോലെ തോന്നാം. ഓവറാൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആനിമേറ്റഡ് ഫിലിമാണ് ഫ്ലോ. പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു ഒഴുക്കിൽ പതിയെ പോകുന്നൊരു ആനിമേഷൻ ഫിലിം. പക്ഷേ പടത്തിൻ്റെ വിഷ്വൽസും മാജിക്കൽ എലമെൻസും പിന്നെ ഈ ആനിമൽസിൻ്റെ ആ ഒരു സൈലൻറ്റ് പെർഫോമൻസും ഒക്കെ ഇതിനെ മെമ്മറബിൾ ആയിട്ടൊരു എക്സ്പീരിയൻസ് ആകുന്നുണ്ട്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ഫ്ലോ. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.